വൈഷ്ണവിയുടെ കരച്ചിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. പക്ഷെ പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. എങ്കിൽ നമ്മൾ ഈ വേദിയിൽ ഇപ്പൊ നമ്മൾ വൈഷ്ണവിയുടെ പെർഫോമൻസ് കാണാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് കരഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് ആ ഒരു കലാകാരിക്ക് അതിൻ്റെതായ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അത് ഞാൻ കണ്ടതാണ്. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ ചിരിച്ച മുഖമാണ് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ. പെർഫോമൻസ് ഞങ്ങൾക്ക് കാണണം. ഞാനൊരു പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യട്ടെ. ശരിക്കും എന്നെ ആകാനാണ് ആഗ്രഹം? അതായത് ഒരു നടിയാവണം, കലാകാരി ആവണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കിപ്പോ കലോത്സവം കഴിഞ്ഞപ്പോ DG എന്ന് പറയുന്ന IAS ഓഫീസറാണ്. അപ്പൊ ആ സാറിന്റെ ഇടപെടലൊക്കെ കണ്ടപ്പോ എനിക്കും ഒരു IAS ഓഫീസറാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, കഴിഞ്ഞപ്പോഴും ചോദ്യങ്ങൾ ബോൾഡായിരുന്നു ചേച്ചി. പലരും കരഞ്ഞു മാറിയിരിക്കുകയുള്ളൂ, പ്രതികരിക്കില്ല. മോൾക്ക് ഇപ്പം അപ്പീൽ കിട്ടാത്തോണ്ട് ഫൈനൽ സ്റ്റേജ് മോൾക്ക് കിട്ടിയില്ലല്ലോ. ഇല്ല. പക്ഷെ അതിന്റെ ഇരട്ടി പ്രേക്ഷകർ കാണുന്ന ഒരു വേദിയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ കലയോടൊപ്പം തന്നെ പഠിത്തവും മുന്നോട്ടേക്ക് കൊണ്ടുപോവാ, ഒരു IAS ഓഫീസർ ആകാൻ സാധിക്കട്ടെ. ഓക്കെ, പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. പറയൂ, പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്? പറയൂ, അടയാളങ്ങളോടെ പറയൂ. അറിഞ്ഞൂടാ ജഡ്ജിയമ്മാന്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ കുഞ്ഞിന് നിറങ്ങളെ തിരിച്ചറിയാനാവില്ല. തൊട്ടിലിൽ പാതി മയക്കത്തിലായിരുന്നു എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോണ ആളെ നോക്കി അവൾ മോണ കാട്ടി വാ പിളർന്ന് ചിരിച്ചിട്ടുണ്ടാവും. പറയണം മൈ ലോർഡ്, പൊന്തക്കാട്ടിൽ പാവ കുഞ്ഞ് ശ്വാസം മുട്ടിപ്പിടുന്നത് ഇനിയും ചോരക്കറ ഉണങ്ങിയിട്ടില്ലാത്ത ഈ കുഞ്ഞുടുപ്പിന്റെ പേരിലാണോ? നിരാലംബയായ സ്ത്രീക്ക് ഏകാശ്രയം കോടതിയാണ്. അവിടെയും സ്ത്രീ വസ്ത്രാക്ഷേപം ചെയ്യപ്പെടുന്നു. ഇനിയും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഈ കോടതിയുടെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കും. വേണ്ട, ഞങ്ങൾക്ക് നീതി വേണ്ട, ഞങ്ങൾക്ക് നീതി വേണ്ട. തോൽക്കരുത്, പൊരുതണം, മരണം വരെ പൊരുതണം. മനുഷ്യകുലത്തിൽ പിറന്ന പെണ്ണുങ്ങൾ പുരുഷന്റെ കുളമ്പടി ഒച്ചകളെ വന്ന് പെറ്റുകൂട്ടാൻ വേണ്ടി മാത്രം ജീവിക്കട്ടെ. പകലും മിരളും കെട്ടിപ്പണയുന്ന നേരങ്ങളിൽ, കുളപ്പടവുകളിൽ, തീവണ്ടി മുറികളിൽ, അച്ഛന്റെ മടിത്തട്ടിൽ വരെ ബാലികമാർ നാണം കെട്ടി നിലവിളിക്കുമ്പോൾ നിങ്ങൾ നേതാക്കന്മാർക്ക് ജൈവളിക്കുക. ഈ രാത്രി അർത്ഥമില്ലാത്ത കാത്തിരി പിരി തുടരും. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ആങ്ങളമാർ ഉണ്ടാകുന്നത് വരെ നേരം അവിടെ സൈലന്റ് ആക്കിയിരുന്ന ആളെ അല്ലായിരുന്നു. എന്ത് രസം. അല്ല മോളെ, ഇത് ജില്ലയില് പ്രൈസ് കിട്ടിയ ഈ പെർഫോമൻസിലായിരുന്നോ? എനിക്ക് ജില്ലയിൽ പ്രൈസ് വന്നില്ല. എനിക്ക് അതുകൊണ്ട് സ്റ്റേറ്റ് കളിക്കാൻ പറ്റാന്. ജില്ലയിൽ കിട്ടിയില്ലല്ലേ? അപ്പീൽ, അതാണ് അപ്പീൽ പോയതല്ലേ? ഈ സെയിം ആയിരുന്ന പരിപാടി? ഓക്കെ. അല്ല, അപ്പൊ ജില്ലയില് അപ്പീല് കൊടുത്തിട്ട് അത് അപ്രൂവ് ചെയ്യാത്തവർ ഇത് കാണട്ടെ, കണ്ടിട്ട് അവർ മനസ്സിലാക്കട്ടെ. അല്ല, ഇപ്പൊ ജില്ലയല്ലല്ലോ, ഇപ്പൊ മുഴുവൻ ലോകം മുഴുവനും കണ്ടില്ല. അല്ല, അപ്പീല് നമ്മൾ എടുത്തു. അതാണ് മോളെ, ഒരാൾക്ക് സെക്കൻഡ് ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂല. മോൾക്ക് അത് കിട്ടി. യെസ്, കീപ് ഫൈറ്റിംഗ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മോളെ, മോളുടെ ഗുരു ആരാ, പഠിപ്പിച്ചത് ആരാ? ഇത് അങ്കമാലിയിലുള്ള ബിജു ആലിക്കൽ എന്ന് പറഞ്ഞ സാറാണ് എന്നെ പഠിപ്പിച്ചത്. ചെറുപ്പം മുതലേ മോള് ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? അതോ +1 തൊട്ടാണ് മോണോ ആക്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കായിരുന്നു. എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ഒരുമിച്ച് എല്ലാരും ഹലോ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പോ ഒരു ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ സെഗ്മെന്റ് ആണ്. ചെറുതാണെങ്കിൽ വലിയ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്, ദ മെയിൻ ഈസ് വൈഷ്ണവി.
Alright, നമ്മുടെ ഫ്യൂച്ചർ കലാകാരിക്ക് ഇനിയും ഇതുപോലെ തന്നെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി Cutie the Beauty Shop നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അതെ, അല്ല ഒന്ന് ആലോചിച്ച് ഇത് നോക്കിയേ. വേറൊരു മൊമെന്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. അല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സ്റ്റേജിൽ കയറാൻ പറ്റാതെ വിഷമിച്ച് കരഞ്ഞു നിന്ന ഒരു മോക്ക് ഒരു വലിയ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റി. മോളുടെ പ്രവൃത്തിയിൽ മോളുടെ കലയിൽ ഒരു നന്മയുള്ളതുകൊണ്ടാണ് മോക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷം, അതിന്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം മോളെ. അതുപോലെ തന്നെ വൈഷ്ണവി ഏറ്റവും കൂടുതൽ വൈറലായി കരച്ചിലാന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ ഈ സന്തോഷത്തിൽ ഇനി എന്താണ് പറയാനുള്ളതെന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആ മൊമെന്റിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ വിഷമത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നിലൂടെ കണ്ടത്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത് അവർക്കൊക്കെ ഒരു പ്രചോദനമാകണം. അതായത് ഇങ്ങനെ ഓരോരുത്തരെ കാരണം ചവിട്ടി താഴ്ത്തി ഇങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നവർക്കൊക്കെ അവരിങ്ങനെ ഇനി പ്രതികരിക്കണം അവര്, എന്നാലേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. സൂപ്പർ. അപ്പൊ കരഞ്ഞത് മാത്രമല്ല നമ്മൾ വൈറലാക്കുക, അതാ ഈ പെർഫോമൻസും ഈ ചിരിയും ഇനി അങ്ങോട്ടേക്ക് വൈറലാവും. വൈഷ്ണവി മാത്രമല്ല, നിങ്ങൾ എല്ലാരും കിടിലമായിരുന്നു, കിടിലം പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളാണ് ഇനി ഞങ്ങളുടെ ഫ്യൂച്ചർ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. അതിലേക്ക് ബൈ.